ഈ നേരത്തെ തന്നെ സ്ഥാനാർത്ഥി നിർണയം നടത്തി പ്രചാരണം തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട് കോൺഗ്രസ്. അതിനിടയിലാണ് ഈ സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലി ചില തർക്കങ്ങളും കല്ലുകടികളും ഒക്കെ ഉണ്ടാവുന്നത്. KPCCയുടെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള മണക്കാട് സുരേഷ് നേമം മണ്ഡലം കോർ കമ്മിറ്റി അധ്യക്ഷ സ്ഥാനം രാജിവെച്ചിരിക്കുന്നത്. എന്താണ് കോൺഗ്രസിൽ സംഭവിക്കുന്നത്? എന്താണ് പ്രതീക്ഷ? റിജിത്ത്, തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പതിവിന് വിപരീതമായി തന്നെ ഒരു മുഴം മുമ്പേ ഈ തിരഞ്ഞെടുപ്പ് പ്രചരണവുമായി കോൺഗ്രസ് തിരുവനന്തപുരത്ത് മുന്നോട്ട് പോവുകയാണ്. അതിനിടയിലാണ് പാർട്ടിയിൽ തന്നെ കല്ലുകുടിയായി മണക്കാട് സുരേഷിന്റെ രാജി ഉണ്ടായിരിക്കുന്നത്. നേമം വാർഡിലെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടാണ് മണക്കാട് സുരേഷ് ഇപ്പോൾ കോർ കമ്മിറ്റി ചെയർമാൻ പദവി രാജിവച്ചിരിക്കുന്നത്. ഏകപക്ഷീയമായി ഉള്ള ഒരു തീരുമാനമാണ് എന്നതാണ് പ്രധാനമായും പറയുന്നത്. നേരത്തെ പുറത്തിറക്കിയ 15-അംഗ സ്ഥാനാർത്ഥി പട്ടിക പ്രകാരം നേമം വാർഡിൽ നേമം ഷജീറിനെ, യൂത്ത് കോൺഗ്രസ് ജില്ലാ അധ്യക്ഷൻ കൂടിയായ നേമം ഷജീറിനെയാണ് മത്സരിക്കാൻ തിരഞ്ഞെടുത്തത്. ഇതിൽ അതൃപ്തി അറിയിച്ചുകൊണ്ടാണ് ഇപ്പോൾ മണക്കാട് സുരേഷ് രാജിവച്ചിരിക്കുന്നത്. നേമം ഷജീറിന്റെ സ്ഥാനാർത്ഥിത്വം BJPക്ക് ജയിക്കാൻ ഇടവരുത്തും എന്നതാണ് പ്രധാനമായും ഈ രാജിയിൽ പറയുന്ന കാര്യം. പ്രതിപക്ഷ നേതാവ് VD സതീശനും ഒപ്പം KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിനും രാജിക്കത്ത് കൈമാറിയിട്ടുണ്ട്. ഇത് BJPക്ക് ഈ ജയസാധ്യത ഒരുക്കും എന്നതാണ് പ്രധാനമായും രാജിക്കത്തിൽ ചൂണ്ടിക്കാണിക്കുന്നത്. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ സാമുദായിക സന്തുലിതാവസ്ഥ പാലിച്ചില്ല എന്നുകൂടി പറയുന്നുണ്ട്. എന്തായാലും ഇതിൽ ഈ മണക്കാട് സുരേഷിന്റെ രാജി, അതിലൊരു അനുനയ നീക്കം കോൺഗ്രസ് ഇതിനോടകം തന്നെ നടത്തുന്നുണ്ട്. വലിയ പരാതികളും പൊട്ടിത്തെറികളൊന്നും ഇല്ലാതെ തന്നെ ഇത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ കോൺഗ്രസും നടത്തുന്നത്. ശരി, MG പ്രതീഷും ആർ ഷീത്തും തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.